ഐഷ് എന്താ ഭംഗിയില്ലേ. ഇതേത് സ്ഥലം എന്നറിയോ? ഇതേത് സ്ഥലം എന്നറിയോന്ന്? ഇല്ല. ആ അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് വട്ടപ്പാറ ഹൈവേ. വട്ടപ്പാറ നമ്മുടെ കോഴിക്കോട് എറണാകുളം നമ്മുടെ മൊത്തത്തിൽ വരുന്ന ആ ഹൈവേ ആണ് ആ കാണുന്നത്. വളവ് നിർത്തിയിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ പാലല്ലേ? ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ പാലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസോ മറ്റോ ഒന്നുമല്ല. ഇതാണ് നമ്മുടെ അമ്പാടിയുടെ ഗ്യാരേജ്, ഓട്ടോ ഗ്യാരേജാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കാൻ നമ്മൾ വണ്ടി എടുക്കണില്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കി നിന്നാൽ തന്നെ നല്ല രസമുള്ള ഒരു സീനറി നമുക്ക് കാണാൻ പറ്റും. അതാണ് മെയിൻ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. നമ്മുടെ ഒരുപാട് വണ്ടികൾ നമ്മളെ ഗ്യാരേജിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വണ്ടി കാണിച്ചു തരാം. 2005 പെട്രോൾ സെന്നാണ് വണ്ടി. ഇത് റിന്യൂവൽ നമ്മൾ പുതിയത് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ 30 വരെ പേപ്പർ ഉണ്ടാവും. എത്രയാണ് നമ്മൾ ചോദിക്കണം? 85. അടവ് എത്ര കിട്ടും? 50 രൂപ. അപ്പോൾ നമ്മളെ ഡ്രൈവിംഗ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയല്ലേ? ഓക്കെ, അടുത്തത് ട്രെൻഡ് വണ്ടിയാണ്. ഒന്ന് അൾട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ ആരും ഒന്ന് കണ്ണു വെച്ച് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഒരു സുസുക്കിൻ്റെ വണ്ടി തന്നെ അല്ലേ? വാഗണർ 2009 പഴയ മോഡൽ വാഗണറാണിത്. 2029 വരെ പേപ്പറുള്ള പ്രൈവറ്റ് വണ്ടിയാണ്. KL 11 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കണത്? 1,10,000 മാത്രമേ ഉള്ളൂ വണ്ടിക്ക്. എത്ര അടവ് കിട്ടും? 70,000 രൂപയോളം അടവ് കിട്ടുന്ന ഒരു 45 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണത്. അടുത്തത് നമ്മുടെ മഹീന്ദ്രൻ്റെ ഹരം ഉണ്ടാക്കിയല്ലേ വണ്ടിയാണ്. സ്കോർപിയോ ആണ് ഇത്. KL 59 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന. എത്ര മോഡൽ? 2009 മോഡൽ. 2029 വരെ പേപ്പറിലുണ്ടല്ലേ? പുതിയ പേപ്പർ തന്നെ ആയിരിക്കും. ഇത് അലവിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ സമയപരിമിതി കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അറിയാം. അപ്പോൾ ഇത് നമ്മൾ എത്ര ചോദിക്കണേ? 240 ചോദിക്കണേ. അടവ് എത്ര കിട്ടും? 1,70,000 രൂപ കിട്ടുന്ന 2009 മോഡൽ സ്കോർപിയോ ആണ്. എത്ര പഴയ വണ്ടിക്ക് പോലും ഇവിടുന്ന് അടവ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ അടുത്തത് നമ്മുടെ 2015 ആൾട്ടോ 800. ജസ്റ്റ് 10 വർഷത്തെ ഉപയോഗം മാത്രമുള്ള ഒരു ആൾട്ടോ 800 വണ്ടിയാണിത്. ഇതിന് എത്ര നമ്മൾ ചോദിക്കുന്നത്? 220 അടവ്. 1,60,000 അടവ് കിട്ടുന്ന 60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ അന്ന് തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ജസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നേരെ കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് നമ്മുടെ ഒരു നിസാൻ്റെ സണ്ണിയില്ലേ? 2012 KL 40 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. നോർമൽ കണ്ടീഷൻ, നല്ല വൃത്തിയുള്ള കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര ചോദിക്കുന്നത്? 240 അടവ്. 1,70,000 അടവ് കിട്ടുന്ന 70,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. അത്യാവശ്യം 5 സീറ്റർ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണത്. അടുത്തത് നമ്മുടെ മഹീന്ദ്രൻ്റെ സൈലോ അല്ലേ? സൈലോ ആണ്. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ വണ്ടിയാണ്. ഇത് ഏതാ മോഡൽ? 2009 മോഡൽ. KL 26 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2029 വരെ പേപ്പറുള്ള വണ്ടിയല്ലേ? എടുത്തു കൊടുക്കും. 2029 വരെ പേപ്പർ എടുത്തു കൊടുക്കുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കണേ? 160. അടവ് എത്ര കിട്ടും? 1 രൂപ. 1 രൂപയോളം അടവ് കിട്ടുന്ന ടോട്ടൽ 160 വരുന്ന വണ്ടിയാണ്. 60,000 രൂപ ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടി ഇറക്കാം. അടുത്തത് നമ്മുടെ ഹുണ്ടായിൻ്റെ i10 ആണ്. i10 2014. ഇത് ഡീസലാണ് അല്ലേ? ഓക്കെ, ഡീസൽ i10 ആണിത്. 2014 അല്ലേ? ചെയ്താ? ഇത് വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഇതെത്ര നമ്മൾ ചോദിക്കണം? 240 അടവ്. 170 അടവ് കിട്ടും. അപ്പോൾ ജസ്റ്റ് 70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു i10 ഇറക്കാം. അടുത്തത് നമ്മുടെ സുസുക്കിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി സ്വിഫ്റ്റ് ആണ്. ZDI അറിയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. KL 56 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന. ഏത് മോഡൽ? 2013 വണ്ടിയാണ്. എത്ര ചോദിക്കണം? 3,50,000 അടവ് എത്ര കിട്ടും? 2,75,000 രൂപ വരെ അടവ് കിട്ടുന്ന വണ്ടിയാണ്. ജസ്റ്റ് 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ഇറക്കാം. അടുത്തതും സുസുക്കിയുടെ സെയിം വണ്ടി തന്നെയാണ്. 2013 KL 54 പൊന്നാനിക്കാരനാണ് വണ്ടി. ഇത് എത്ര നമ്മൾ ചോദിക്കണം? 3,25,000 അടവ്. 2.5 അടവ് കിട്ടുന്ന 70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് ഫോർഡിൻ്റെ ഫിഗോ അല്ലേ? ഇത് 2012 മോഡൽ. KL 45 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കണം? 120 അടവ്. 70,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇറക്കാം.